അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിയമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. അതായത് നമ്മളെ എന്താ പറയുക, നമ്മളുണ്ടാക്കിയ ചെടികളിൽ പിന്നെ കുറച്ച് ചെടികൾ തൈകൾ നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല, കുറച്ച് ചെടികൾ നമ്മളെ എന്താ പറയുക മറ്റൊരു ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു വരുമാനം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചെടികളെ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കും, അത് സെയിലിനുണ്ടോ, ഇത് സെയിലിനുണ്ടോ നോക്കാം. അങ്ങനെയാണ് നമ്മൾ സെയിലിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളടുത്ത് ഒരുപാട് ചെടികളോ അല്ലെ ഒരുപാട് വെറൈറ്റികളോ ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക, നമ്മളെ നാട്ടിൽ കൂടെ കിട്ടുന്ന നഴ്സറികളിൽ കിട്ടുന്ന ചെറിയ ചെറിയ ചെടികൾ നമ്മൾ വാങ്ങി ചെറിയ തൈകളാക്കിയിട്ട് അതാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുള്ളതാണ്. ഇതിൻ്റെ വില വരുന്നത് 700 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു കടലാസ് പൂവിൻ്റെ തന്നെ ഒരു പിന്നെ വീഡിയോ ചെയ്തിരുന്നു, കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അതിൻ്റെ തൈകൾ ഉണ്ടോയെന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ വന്നിനു മെസ്സേജായിട്ടൊക്കെ അയച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ ഇല്ല കേട്ടോ. അതെന്ന് വെച്ചാൽ അത് ഒരുപാട് എന്താ വെച്ചാൽ വർഷം പഴക്കമുള്ളൊരു മദർ പ്ലാന്റാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരു 5-8 വർഷം പഴക്കമുള്ളൊരു മദർ പ്ലാന്റ് ആണത്. അതിമന്ന് തൈകളാക്കൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ പറയുക, 1-2 തൈ നമ്മളെടുത്തപ്പോഴും ഏത് ചെടിയാണ് പെട്ടെന്ന് പോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്കിഷ്ടമുള്ള ചെടികൾ 2-3 തൈകളെ നമ്മളെടുത്ത് നിർത്തിയതിന് ശേഷം മാത്രമേ ബാക്കി നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്യൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. കാരണം ഏത് ചെടി എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ചെടികളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അത് വേറെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ അഗ്ലോണിമ ചെടികളൊക്കെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെടുത്ത് ഉള്ള ചെടികൾ എന്താ പറയുക 1-2 തൈകൾ കൂടി അധികം നമ്മളെടുത്ത് എന്തായാലും ഒരു 3 തൈകൾ നമ്മളെടുത്ത് വെച്ചിട്ട് മദർ പ്ലാന്റും പിന്നെ ഒരു 2 തൈ കൂടി നമ്മളെടുത്ത് വെച്ചിട്ട് പിന്നെ വരുന്നത് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യൂ കേട്ടോ. അങ്ങനെയാണ് ഇതുവരെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളെടുത്തുള്ള 1 നഷ്ടപ്പെട്ടാലും പിന്നെ നമ്മൾ 2 ഉണ്ടാവും. ഇനി 2 നഷ്ടപ്പെട്ടാലും 1 ഉണ്ടാവും. ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ആ ചെടീൻ്റെ ബോഗൺവില്ലൻ്റെ പിന്നെ തൈ ഇല്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ തൈകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് പിന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ബോഗൺവില്ലൻ്റെ സീസണിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കൈതോലി നഴ്സറി എന്നായിട്ട് ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോടുത്തുണ്ടാവും കേട്ടോ. ഓരോടുത്ത് അത്രയും കളക്ഷൻ ഉള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ ഓരോടുത്തുണ്ടാവും. വേറെ ഒന്ന് പറഞ്ഞു തരാൻ നഴ്സറി എനിക്ക് അത്ര ബോഗൺവില്ലിൻ്റെ അത്ര പരിചയമുള്ളതില്ല. പിന്നെ ഓർക്കിഡുകളൊക്കെ പരിചയമുള്ളൂ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലവർ നല്ലോണം നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ആ പ്ലാന്റിൻ്റെ അതേപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ പൂക്കൾ ലേശം വലിപ്പം അധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ എന്താണ് കേട്ടോ നമ്മൾ സെയിലിനായി വെച്ച പ്ലാന്റാണ്. ഇതാ നല്ല അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോഴും ഈ വീഡിയോയിലും പറയുകയാണ് കേട്ടോ. പിന്നെ വളങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അതോണം ഇതാ കണ്ടില്ലേ പുല്ലുകളൊക്കെ പറിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കവറിൻ്റെ സൈഡിൽ കൂടെ ചട്ടിൻ്റെ സൈഡിൽ കൂടെ വളങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം. ചെടി നല്ല ഹെൽത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള അത് കൊടുക്കണം. പിന്നെ പ്രൂണിങ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത ചെടികളാണ് കേട്ടോ. പിന്നെ ഇത് ചെറിയൊരു ചെടിയാണ്, പക്ഷേ നല്ല എന്താ പറയുക നല്ലോണം പൂക്കളുണ്ടല്ലേ. അപ്പോൾ പൂക്കാനുള്ളത് നമ്മൾ കൊടുത്താലേ പൂക്കും. പിന്നെ അല്ലാണ്ട് പൂക്കും കേട്ടോ. പിന്നെ എന്താ പറയുക അവിടെ ഇവിടെയും ചെറിയ പൂക്കളൊക്കെ ആയിട്ട് പൂക്കും. പിന്നെ ബോഗൺവില്ല കടലാസ് പൂവിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. ആ വെയിൽ കറക്റ്റായിട്ട് കിട്ടേണ്ട വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ലോണം പൂക്കും. ഇനിയും പിന്നെ ഒരുപാട്
വെറൈറ്റികൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും എൻ്റെ കയ്യിലുള്ള വെറൈറ്റികളായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, അത് മറന്നു വരുതേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഭംഗികൾ കണ്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ആ പ്ലാന്റിൻ്റെ അതേ ഏകദേശം അതിനോടടുത്തൊരു കളറാണ് വരുന്നതെങ്കിലും പൂക്കൾ നല്ല വലിപ്പമുള്ള പൂക്കളായി കിട്ടും അതിന് വരിക. പിന്നെ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാ കണ്ടില്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊറിയറായിട്ട് ഇത് അയച്ച് തരൂല കേട്ടോ. പിന്നെ ഈ നമ്മളെ റിസ്ക് എടുത്ത് അയച്ചു തരികയല്ല, അങ്ങനെയല്ല. എന്താ പറയുക, നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുക. കാരണം അത്രയും ഹെൽത്തിയായ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത്രയും നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. അപ്പോൾ കൊറിയറായിട്ട് നമ്മൾ അയക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നിങ്ങളെ കയ്യിൽ കിട്ടിയെന്ന് വരികയല്ല. വേരൊക്കെ ഉണ്ടാവും, പക്ഷേ കമ്പുകളോ പൂക്കളോ ഇതുപോലെ നിങ്ങളെ കയ്യിൽ കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തം ഇതിലൊരു നിങ്ങൾക്കൊരു ഇതിങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ട് നമ്മൾ അയച്ചു തരൂല. നിങ്ങളെ സ്വന്തം പിന്നെ താല്പര്യത്തിന് അയച്ചു തരിക എന്നല്ലാണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതുപോലെ തന്നെ നിറയെ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ കാണിച്ച ബോഗൺവില്ലിനെ പോലെ തന്നെ പൂക്കൾ വരുന്നൊരു ചെടിയാണ്. പക്ഷേ പൂക്കൾക്ക് വലിപ്പമുണ്ട്, മറ്റേത് ഇത്ര വലിപ്പം ഉണ്ടാവില്ല പൂക്കൾക്ക്, അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാലേ വീണ്ടും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വരാൻ പറ്റൂ.